PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ CPI മുന്നണി വിടുമോ? CPI ഒരു കാരണവശാലും മുന്നണി വിടില്ലെന്ന് മാത്രമല്ല, CPI ഇതിന് വഴങ്ങും എന്നുള്ളതാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മുന്നണി മര്യാദയുടെ ഭാഗം ആയി എല്ലാ മര്യാദകളും ലംഘിച്ചാണ് CPM മുന്നോട്ട് പോയത്. കാരണം എന്താ, കഴിഞ്ഞ 16-ാം തീയതി ഈ PM ശ്രീ പദ്ധതി പോയി ഒപ്പിട്ടു. അതായത് പഴയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള N വാസുകി പോയി ഒപ്പിട്ടതിന് ശേഷം താങ്കളൊന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് പറ്റിക്കണല്ലേ ചെയ്യണം. അതായത് അടുത്ത 22-ാം തീയതി വന്നിട്ടുള്ള ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഇത് എന്തായി എന്ന് ചോദിക്കുന്നു. ഏത് PM ശ്രീ പദ്ധതി എന്തായി എന്ന് രാജൻ ചോദിക്കുന്നുണ്ട്. രാജൻ ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല. ആര്? മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ശിവൻകുട്ടിയും മിണ്ടുന്നില്ല. അതായത് അതിന് മുൻപേ ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞു, ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ഇതിന് മുമ്പുള്ള സിറ്റുവേഷൻ എന്താ, 2 ക്യാബിനറ്റുകളിൽ ഇത് കൊണ്ടുവന്നു. അപ്പൊ LDF-ൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് പോലും ഇത് LDF-ൽ ചർച്ച ചെയ്യണമെന്ന് CPM-ന് തോന്നിയില്ല. എന്തുകൊണ്ടാണ്? സാധാരണ ഏതെങ്കിലും മുന്നണി ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും? വളരെ ലളിതമാണ് കാര്യം. ഞാൻ സത്യസന്ധമായി നിങ്ങളടുത്ത് പറയാൻ കാര്യം അതെന്താണെന്ന് വെച്ചാൽ, CPI എന്ന് പറയുന്ന പാർട്ടി മെലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ കാര്യം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു 50-60 ലക്ഷം വോട്ട് വേണമെങ്കിൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. 50 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഏതാണ്ട് അതിനോട് അടുപ്പിച്ച് തന്നെയുള്ള ഒരു വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഓക്കെ, തൊട്ട് കുറവേ വരുള്ളൂ. അത് ലോക്സഭയിലാണെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ, അത് വേറെ കാര്യം. അത്ര വരുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ BJP ആണ്. BJPക്ക് 26 ലക്ഷം 30 ലക്ഷത്തോളം വോട്ടുണ്ട്. 26 ലക്ഷം 30 ലക്ഷം എന്ന് പറഞ്ഞാൽ 2016-ൽ 30 ലക്ഷം വോട്ടുണ്ട്. 2021-ലേക്ക് വരുമ്പോൾ 26 ലക്ഷം വോട്ടുണ്ട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 ലക്ഷം വോട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പറയാം ഒരു 26-30 ലക്ഷം വോട്ടാണ് BJPക്ക് സമാഹരിക്കാൻ കഴിയുന്നത്. അതായത് സോളിഡായിട്ട് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ വോട്ടുകളുള്ള 3 പാർട്ടികൾ ഇത് 3ആണ്. പിന്നെ 4ാമത്തെ പാർട്ടി ഏതാണെന്നറിയോ? 4ാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഒരു 11-12 ലക്ഷത്തോളം വോട്ടുണ്ട്. 14 ലക്ഷം വരെ പോയിട്ടുണ്ട്. 12 ലക്ഷത്തോളം വോട്ടേ കൃത്യമായിട്ടുള്ളൂ. താങ്കൾ എന്നെ വിശ്വസിച്ചോ? മനസ്സിലായ? അപ്പൊ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് 17 ലക്ഷം വോട്ടാണ്. പക്ഷെ അത് മുഴുവൻ മുസ്ലിം ലീഗിന്റെ വോട്ടല്ല. മനസ്സിലായ? അതിൽ UDF-ന്റെ മറ്റേ ഘടകകക്ഷികളുടെയും അതുപോലെ കോൺഗ്രസിന്റെ ഒക്കെ മെയിൻ വോട്ടുണ്ട്. എവിടാ? കണ്ണൂർ മത്സരിക്കുമ്പോഴും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുമ്പോഴൊക്കെ ഇതുപോലെ കളമശ്ശേരി മത്സരിക്കുമ്പോഴുള്ള വോട്ടൊക്കെ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്കളൊക്കെ എഴുതി വെച്ചോ, 11-12 ലക്ഷം വോട്ടാണ് മുസ്ലിം ലീഗിലുള്ളത്. ഇത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 7 ലക്ഷം 8 ലക്ഷമെങ്കിലും വോട്ടുള്ള, അല്ലെങ്കിൽ 10 ലക്ഷം 12 ലക്ഷമെങ്കിലും വോട്ടുള്ള പാർട്ടി ആയിരുന്നു CPI എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം CPIയുടെ കയ്യിൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു 3 ലക്ഷം വോട്ടേ ഉണ്ടാവുള്ളൂ. ഈ 3 ലക്ഷം വോട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് അവർക്ക് പക്ഷേ കേരള സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവരുടെ നിലപാടുകൾ കൊണ്ടും വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒക്കെ ഉണ്ടായ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ആ പാർട്ടിക്ക് വലിയ വിസിബിലിറ്റി കിട്ടിയിരുന്നു. അതും യഥാർത്ഥത്തിൽ ഇപ്പം നഷ്ടപ്പെട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPIയുടെ മന്ത്രിമാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായ? P പ്രസാദിനെയും രാജനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പം എന്തുകൊണ്ടാണ് CPIക്ക് ഇപ്പോൾ ഒരു വിലയില്ലെന്ന് പറയാം? CPIയുടെ സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് തോറ്റല്ലോ. തൃശ്ശൂരിൽ നിന്ന് തോറ്റതിന് ശേഷം ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. MR അജിത് കുമാർ രാജനോടും അതുപോലെ ബാക്കിയുള്ളവരെയും അങ്ങോട്ട് വിടാൻ സമ്മതിച്ചില്ല. പകരം സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി അവിടെ എത്തിക്കാൻ സമ്മതിച്ചല്ലോ. അപ്പോൾ ഇതിനൊന്നും എതിർക്കാൻ കഴിയാത്ത ലെവലിലേക്ക് ഞങ്ങൾ ദുർബലമായിരിക്കുന്നു എന്ന് പറയുന്ന വാസ്തവം കൃത്യമായി ഇവർ മനസ്സിലാക്കണം. ഞാൻ തുറന്ന് താങ്കളോട് പറയുന്നു, യഥാർത്ഥത്തിൽ CPM-ന് ഇപ്പോൾ ഒരു ലാഭം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് വിളിച്ച് നിർത്തിയാലാണ്. പക്ഷേ അത് അവരുടെ പൊളിറ്റിക്സിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് വിളിച്ച് നിർത്തിയാൽ യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരണം പിടിക്കാൻ പറ്റും. ഈ 2, 3 അല്ലെങ്കിൽ കൂടി വന്ന 4 ലക്ഷം വോട്ട് കൊണ്ടിട്ട് CPIക്ക് വലിയ ചേഞ്ച് ഒന്നും വരുത്താൻ കഴിയില്ല എന്ന് പറയുന്ന ബോധ്യങ്ങളിൽ നിന്നും അവരനുദിനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പ്രശ്നങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഇതിന് വലിയ വില കിട്ടാത്തത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ CPI വിമർശനം ഉയർത്താനുള്ള കാരണം? വിമർശനം ഉയർത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ CPI യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോണ്ട് എന്ന് പറഞ്ഞാൽ, താങ്കൾ എന്നോടൊന്ന് ചോദിക്കണേ ഇപ്പോഴും CPIയുടെ ആവശ്യം എന്താണെന്ന് താങ്കൾക്കറിയും? ഞങ്ങളോടൊന്നും പറയായിരുന്നില്ലെന്നാണ്.
മനസ്സിലായേ? ഇനി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്തായിരുന്നു, ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങി കൃത്യമായിട്ട് വിളിച്ചങ്ങോട്ട് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരും. മനസ്സിലായി? തീരും. അല്ലാതെ തീരാതെ CPI എന്ത് ചെയ്യുമെന്ന് താങ്കൾ ഈ പറഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാം. CPI എന്ത് ചെയ്യും? CPI മന്ത്രിസഭയിൽ നിന്ന് അങ്ങോട്ട് ഈ മുന്നണിയിൽ നിന്ന് പിൻവാങ്ങിയിട്ട് CPI എവിടെ പോയി നിൽക്കും? CPI UDFിൽ പോയിട്ട് മൂന്നാമത്തെ കക്ഷിയായിട്ട് നിൽക്കുമോ? അല്ലെങ്കിൽ CPIക്ക് രണ്ടാമത്തെ കക്ഷിയാക്കാൻ 24-25 സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുമോ? മറ്റേ മുസ്ലിം ലീഗ് മൂന്നാമത്തെ കക്ഷിയാവുമോ? ചിന്തിച്ചു നോക്കേണ്ട. വേറെ ഓപ്ഷൻ ഇല്ല സത്യത്തിൽ CPIക്ക്. പിന്നെ CPIയുടെ എല്ലാ കാലത്തെയും കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാത്രം കാര്യമല്ല. ഇപ്പോൾ ബീഹാറിൽ CPI 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, രാജസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും CPMനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വോട്ടുള്ള പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. അപ്പോൾ CPIയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ CPI മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് അടക്കം നിരവധി ഇവരുടെ ഘടകകക്ഷികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ബംഗാളിൽ തകർന്നു. ബംഗാളിൽ തകർന്നിട്ടും ഇന്നും CPM അവിടെ ഉണ്ട്. CPMന് 4-5% വോട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ തമിഴ്നാട് മത്സരിച്ചപ്പോഴും 4% വോട്ട് കിട്ടി. CPI അവിടെ ഉണ്ടോ? CPIക്ക് 1% വോട്ടുണ്ടോ? ഇല്ല. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളിൽ തകരുമ്പോൾ അതിൻ്റെ ഘടകകക്ഷികൾ പരിപൂർണമായി തകരുകയും പകരം CPM നാമമാത്രമായിട്ടെങ്കിലും നിലനിൽക്കുകയും ചെയ്യും. ഇതിനേക്കാളപ്പുറം സംസ്ഥാനത്ത് ഒരു ഇലക്ഷന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് സർക്കാരിനെ ഒരു വിമർശനത്തിൻ്റെ കുന്തമുനയിൽ നിർത്തി എന്നുള്ള ആക്ഷേപം CPIന് ഏൽക്കേണ്ടി വരില്ലേ? അല്ല, വിമർശനത്തിൻ്റെ കുന്തമുനയിൽ നിർത്തി എന്നുള്ള ആശയമൊന്നും കേൾക്കേണ്ടി വരില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ NEP നടപ്പാക്കുമോ PM ശ്രീ നടപ്പാക്കുമോ എന്നുള്ള ചർച്ചയൊന്നും ആളുകളൊന്നും വലിയ പ്രശ്നമൊന്നും ആവില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ വന്നതുകൊണ്ട് മറ്റൊരു ഗുണവും കൂടിയുണ്ട്. അതെന്താണ്? ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തും ബാക്കിയുള്ള തലവേദനകളും ഒക്കെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തു? നിന്നു. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന് വലിയ ഭാഗ്യമുണ്ട്. ഒന്ന് CPI, എനിക്ക് അതും കൂടി സംശയം ഉണ്ടായി. CPIനോട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടായിക്കോളാൻ പറഞ്ഞാണത്. കാരണം CPI പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ആൾ PM ശ്രീ എന്ന് പറഞ്ഞൊരു 4-5 ദിവസം എന്ത് ചെയ്തു പോയി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് മെസ്സി വരില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നം എന്ത് ചെയ്തു വരുന്നത്. അങ്ങനെ ഓരോരോ തലവേദനകളായിട്ട് വരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രശ്നം വരുന്നു. അങ്ങനെ വന്നാൽ CPMന് അത് ഗുണമാണ്. കാരണം മറ്റേത് ലൈവായിട്ട് നിൽക്കുന്നതിന് സംഭവം ഒഴിവായി. അതേസമയത്ത് RSS വിരുദ്ധത CPMന് ഇല്ല എന്നുള്ള വാദം സ്ഥാപിക്കാൻ വേണ്ടി പലർക്കും ഈ വാദം ഉന്നയിച്ചൂടെ? അല്ല, RSS വിരുദ്ധത ഇല്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നത് CPMന് ഗുണം ചെയ്യുമെന്ന് താങ്കൾ ഇപ്പോൾ കൃത്യമായി വിശദമായി പഠിക്കാഞ്ഞിട്ടാണ്. താങ്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് താങ്കൾ മാത്രമല്ലേ, കേൾക്കുന്ന ആളുകൾ മൊത്തം പഠിക്കാനാണ്. എന്താ കാര്യം അറിയോ? ഞാനൊരു കണക്ക് താങ്കളോട് പറയാം. ഈ കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്ത 38 ലക്ഷം പേരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ലോക്സഭയിൽ. ആ ലോക്സഭയിൽ അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം 2021 വോട്ട് കിട്ടിയത് BJPക്ക് എത്ര 26 ലക്ഷം വോട്ടാണ്. അതായത് 26 ലക്ഷം വോട്ട് നിയമസഭയിൽ കിട്ടിയതിൽ നിന്ന് ലോക്സഭയിലേക്ക് വന്നപ്പോൾ 12 ലക്ഷം വോട്ടുകൾ കൂടി. പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് അത് BJP അനുഭാവികളുടെ വോട്ടാണല്ലോ. ആ 12 ലക്ഷം വോട്ട് CPMന് തിരിച്ചിപ്പുറത്തേക്ക് പിടിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ? 2021 LDFും UDFും തമ്മിലുള്ള വ്യത്യാസം കൃത്യം എത്രയെന്നറിയോ? 12 ലക്ഷം വോട്ടാണ്. 5.69% വോട്ട്, അതായത് കൃത്യം പറഞ്ഞാൽ 12 ലക്ഷം വോട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ CPMൻ്റെ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും അതുപോലെ മറ്റ് പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഒഴുകിപ്പോയിട്ടുള്ള 12 ലക്ഷം വോട്ടുകൾ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ഒക്കെ ഒഴുകിപ്പോയതും കുറച്ച് തൃശ്ശൂരും ഒഴുകിപ്പോയത് എങ്ങോട്ടാണ്? BJPയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ താങ്കൾ പറഞ്ഞ പോലെ ഇനി CPMും BJPയുമായിട്ടൊരു അന്തർധാര ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്നോട്ടെ എന്നങ്ങോട്ട് വിചാരിക്കും. കാരണം ഇത് താൽക്കാലിക പൊളിറ്റിക്സ് ആണ്. ഒന്ന്, അല്ല പറഞ്ഞു തരുന്നില്ല ഒരു കാര്യം കൂടി, താൽക്കാലിക പൊളിറ്റിക്സ് ആണ് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ BJPയുടെ ഒരു നിലപാടും എന്താണെന്ന് നിങ്ങൾ എടുത്തു നോക്കണം. BJP ഈ സ്വർണ്ണ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടോ ബാക്കിയുള്ളതായിട്ട് ബന്ധപ്പെട്ടോ വലിയ വിമർശനങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇനി അടുത്തൊരു പ്രചരണം കൂടി ഉടനെ തന്നെ വരും. അതെന്താണെന്നറിയോ? ഒന്ന്, മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം കിട്ടും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ട്, SDP പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം വരും. ആ പ്രശ്നവും കൂടി വരുമ്പോൾ തൽക്കാലം BJPക്ക് വോട്ട് ചെയ്ത് എന്താണെങ്കിലും കോൺഗ്രസിനെ തോപ്പിക്കാൻ പറ്റില്ലല്ലോ, UDFിനെ തോപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി കൃത്യമായി സമാസമം ചേരുമ്പോൾ താങ്കൾ അറിയേണ്ടത് മറ്റേ നമ്മൾ ഈ പറയുന്ന പോലെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയൂലേ, അതുപോലെ മിക്സ് ആണല്ലോ കൃത്യമായിട്ട്. ആ മിക്സ് ചെയ്ത് വന്ന പോലെ തന്നെ എന്ത് ചെയ്യും കൃത്യമായി വരും. അതറിയാവുന്നതുകൊണ്ട് CPMന് ഇപ്പം അത് പ്രശ്നമേ അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മുസ്ലിം വോട്ടുകൾ പോയാലും കുഴപ്പമില്ല, ഹിന്ദു വോട്ടുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വിവാദം തന്നെ ആരംഭിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് CPMന് ഉറപ്പാണ്. അല്ല, മുസ്ലിം വോട്ടുകൾ കിട്ടില്ല.
മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ CPM-നോടൊപ്പം നിൽക്കുന്ന വളരെ കുറച്ച് മുസ്ലിം സമുദായത്തിൽ വോട്ടുകളുണ്ട്. അവരുടെ വോട്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം അവർ CPM-കാരാണ്. മനസ്സിലായി. LDF ലെഫ്റ്റ് ഐഡിയോളജികളിൽ വളരെ കൃത്യമായി ഇത് വലിയ തോതിൽ വിശ്വാസമുള്ള ആളുകളാണ്. അവർ വോട്ട് കിട്ടും. അതിനും അപ്പുറത്തേക്ക് ഒരു ആടി ഒലഞ്ഞു നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗും അടക്കമുള്ള ഒരു വിങ് അപ്പുറത്ത് നിൽക്കുന്നു. അപ്പൊ അതെന്തായാലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുകൊണ്ട് പിന്നെ എന്തേ എടുക്കാൻ പറ്റൂ? പിന്നെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇപ്പുറത്തുള്ള ഹിന്ദു വോട്ടുകൾ പോയതൊക്കെ ഹിന്ദു വോട്ടുകൾ, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കുമെന്ന് ഇവർ വിചാരിച്ച ഈഴ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം താങ്കളോട് പറയാം. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. CPIയുടെ രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാം. ആ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇനി കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ, അത് നേരത്തെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. അതിലൊരു ഭിന്നിപ്പുണ്ടായി. അത് BJPയിലേക്ക് കൂടി പോയാൽ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ കറക്റ്റ് ആവും. ഇതിൽ വലിയ തോതിലുള്ള സഹായമൊന്നും CPIക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന വിശ്വാസത്തിൽ നിന്ന് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് CPM പോയിട്ടുള്ളത്. CPIയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നതിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? CPIയുടെ മനസ്സിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ അവർ ജീവനോടെ ഉണ്ടെന്നും അവർ വലിയ പ്രധാനപ്പെട്ട പാർട്ടിയാണെന്നും ഒക്കെ കാണിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അല്ലാതെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വിശ്വാസം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അവർക്ക് തീർച്ചയായിട്ടും നിലപാടുണ്ട്. ആ നിലപാട് അവർ ഉയർത്തി പറയുന്നു. അതിനെ ഞാൻ വില കുറച്ചൊന്നും കാണുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ അണികളെയൊക്കെ തന്നെ ഒന്ന് ഊർജ്ജസ്വലരാക്കാനും ഞങ്ങളിതാ വലിയ തോതിൽ നമ്മുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു എന്ന് തോന്നിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം അതിൽ അവർ ആദ്യത്തെ ഘട്ടം വിജയിച്ചു. എന്താ കാര്യം? തൊട്ടടുത്ത ദിവസം തന്നെ ശിവൻകുട്ടി അവരുടെ ഓഫീസിലേക്ക് ചെന്ന് ബിനോയ് വിശ്വത്തെ കണ്ടു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വിളിച്ച് ഇവരോട് ചർച്ച ചെയ്യുകയും ഇവരെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. നമ്മളോടുകൂടി ഇനി മുതൽ ആലോചിക്കും, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ സംഭവം ഏതാണ്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്തും. ഈ PM ശ്രീ പദ്ധതിയിൽ CPI ഉന്നയിച്ച ഭാഷ കൂടി പ്രധാനമാണ്. ഇതെന്ത് സർക്കാർ എന്നുള്ള തരത്തിലുള്ള ഭാഷയൊന്നും നേരത്തെ CPI ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണത്? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാക്റ്റാണ്. അതായത് ഇത്തരത്തിലൊന്ന് എനർജൈസ് ചെയ്യുകയും ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് കാണിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. CPM-നെ സംബന്ധിച്ചോളം ഇപ്പോൾ 2-3 ലക്ഷം വോട്ടാണെങ്കിൽ പോലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഘടകകക്ഷി പോലും ഇപ്പോൾ INL പോലും അതിൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് അവർ വിചാരിക്കുന്നില്ല. കാരണം അതെല്ലാം കൂടി ചേർത്ത് പിടിച്ചാൽ അടുത്തവണ ഭരണത്തിൽ വരാൻ കഴിയുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ആ വാചകം ഉന്നയിച്ചത്. പിന്നെ CPI ഇതിനു മുമ്പ് അത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ തോമസ് കെ തോമസിൻ്റെയൊക്കെ ചേട്ടൻ, അതായത് NCPയുടെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി, നമുക്കറിയാലോ, അദ്ദേഹം മറ്റേ ഈ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രാജിവെക്കേണ്ടി വന്ന വിഷയമുണ്ടായപ്പോൾ ആ രാജിവെക്കാൻ വേണ്ടി നിലപാടെടുക്കുകയും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത ആളാണ് തോമസ് ചാണ്ടിയുടെ കേസിൽ. മനസ്സിലായോ? കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്നത് തോമസ് ചാണ്ടി അന്ന് മന്ത്രിയായി നിലപാടെടുത്താണ്. അപ്പൊ അന്ന് അത്രയും കർക്കശമായ നിലപാടെടുക്കുകയും അവരെല്ലാവരും മന്ത്രി രാജന്റെ ഓഫീസിൽ ഇരുന്നിട്ടും തൊട്ടപ്പുറത്തുള്ള ക്യാബിനറ്റ് മീറ്റിംഗിലേക്ക് ചെല്ലാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വലിയ തോതിൽ അത്ര വലിയ അസ്വാഭാവികമായിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഒരു CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞാൽ ഇതെന്ത് സർക്കാർ എന്നൊക്കെ ചോദിക്കുന്നത് വലിയ കാര്യമാണ്. അത് CPIനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും താങ്കളോട് പറയുന്നു, യഥാർത്ഥത്തിൽ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയി എന്ന് പറയുന്ന പ്രതിരോധത്തെക്കാൾ കുറഞ്ഞ പ്രതിരോധം ഇത് ഉണ്ടാക്കുള്ളൂ. ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഏതെങ്കിലും വല്ല വിധേനയും മൂന്നാമതൊരു LDF സർക്കാർ വന്നില്ല എന്ന് വിചാരിക്കുക. ആ സമയത്ത് അതിൻ്റെ ഒരു കാരണക്കാരായിട്ട് ഈ ഒരു വിമർശനം കൂടി ഉന്നയിക്കാൻ CPM-ന് വഴി കൊടുക്കില്ല ഇത് CPM-ന്? അല്ല, അങ്ങനെയൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും സംഭവിക്കാനില്ലെന്നേ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ അങ്ങനെ CPM വന്നില്ല, ഭരണം പോയി എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വിഷയം കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളൊരു നിലപാടിലേക്കൊന്നും ഒരിക്കലും എത്താൻ CPM-ന് കഴിയില്ല. കാരണം CPM എപ്പോഴും വളരെ കൃത്യമായി ഈ പരാജയത്തെയും വിജയത്തെയും ഒക്കെ വിലയിരുത്തുന്ന ആളുകളാണ്. അപ്പം അത്തരത്തിൽ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഉണ്ടാവും. ചിലപ്പോൾ പരസ്പരമായ ചില കുറ്റപ്പെടുത്തലുകളോ ചില പരിഭവങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല.